കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത മൻഷഉൽ ലുഗാത്ത് അഥവാ ഭാഷയുടെ ഉത്ഭവം, അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതനുസരിച്ച് ഭാഷയുടെ ഉത്ഭവം ഗവേഷണപരമോ ശാസ്ത്രീയമോ ആയ മാർഗങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോൾ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വാസയോഗ്യമായ 4 പ്രമാണങ്ങളിലേക്ക് മടങ്ങൽ നമുക്ക് അനിവാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രമാണങ്ങളിൽ നിന്ന് തന്നെ ഏറ്റവും വിശ്വാസയോഗ്യമായ പ്രമാണമാണല്ലോ ഖുർആൻ. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഖലഖൽ ഇൻസാന വഅല്ലമഹുൽ ബയാൻ, മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് ആശയവിനിമയം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന്. ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു തആല ആദം നബിയോട് സംസാരിച്ചെന്നും ആദം നബി അല്ലാഹു തആലയോട് സംസാരിച്ചെന്നും ആദം നബി മലക്കുകളോട് സലാം പറഞ്ഞെന്നും അവർ സലാം മടക്കിയെന്നും അവർക്ക് എല്ലാ വസ്തുക്കളുടെ നാമങ്ങൾ അറിയിച്ചു കൊടുത്തുവെന്നും. ഇങ്ങനെ വരുമ്പോൾ പരസ്പരം ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളും ആശയവിനിമയങ്ങളും പൂർണ്ണമാകണമെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഷയും പരിചിതമായ പദങ്ങളും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് ആദം നബിക്ക് ഒരു ഭാഷയുണ്ടായിരുന്നെന്ന് കൃത്യമായി വ്യക്തമായിട്ട് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് പരസ്പരം ആശയവിനിമയവും സംഭാഷണവും നടത്തുന്ന ഒരു ഭാഷ ആദം നബി അലൈഹി സ്വലാമിന് ഉണ്ട് എന്ന് വ്യക്തമായി. പക്ഷേ ഈ ഭാഷ അറബിയാണോ, സുറിയാനിയാണോ, അതോ ഗ്രീക്ക് ആണോ, അല്ലെങ്കിൽ മറ്റു വല്ല ഭാഷയും ആണോ എന്ന കാര്യത്തിൽ പൂർണ്ണമായി നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ലെങ്കിലും ഇമാം തൊബരി റളിയല്ലാഹു അൻഹു, അബൂദരിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അവർ പറയുന്നതായി കാണാൻ സാധിക്കും. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബാദർ അർബഅത്തുൻ യഅനി മിനർ റസൂലി സുരിയാനിയുൻ ആദം വശീഫ് വനൂഹ് വഖനൂഹ്. ഓ അബൂദറെ, പ്രവാചകന്മാരിൽ നിന്നുള്ള 4 പേർ സുരിയാനി ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. ആദം, ഷീഫ്, നൂഹ്, ഖനൂഹ് അഥവാ ഇദ്രീസ് എന്നിവരാണ് അവർ. എന്നാൽ ഒരു അഭിപ്രായം, ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ വെച്ച് ആദ്യമായി സംസാരിച്ച ഭാഷ അറബിയാണെന്നും പിന്നീട് ഭൂലോകത്തേക്ക് ഇറങ്ങിയപ്പോൾ സുരിയാനി ഭാഷ സംസാരിച്ചെന്നുമാണ്. ഈ പറഞ്ഞതെല്ലാം അനുസരിച്ച് ആദം നബി അലൈഹിസ്സലാമിന് ഒരു ഭാഷ ഉണ്ടായിരുന്നു എന്നും അത് സുരിയാനി ഭാഷ ആയിരുന്നു എന്നുമാണ്. എന്നാൽ ബഹുമാനപ്പെട്ടവർ ഇതല്ലാതെ മറ്റു ഭാഷകളിലും സംസാരിച്ചിരുന്നോ എന്ന് നാം നോക്കുമ്പോൾ അതിന് നമുക്ക് ഖണ്ഡിതമായൊരു ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. എങ്കിലും ലിസാനുൽ അറബിൻ്റെ സ്വാഹിബായ ഇബ്നു മന്നൂരിൽ മിസ്രി അല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്നതിൻ്റെ തഫ്സീറിൽ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ സൃഷ്ടിപ്പുകളുടെയും നാമങ്ങൾ എല്ലാ ഭാഷകളിലും പഠിപ്പിച്ചു കൊടുത്തു. അറബിയയിലും ഫാരിസിയയിലും സുരിയാനിയയിലും റൂമിയയിലും മറ്റെല്ലാ ഭാഷകളിലും പഠിപ്പിച്ചു എന്നാണ്. അതുപോലെ തന്നെ ചില മുഫസ്സിരീങ്ങൾ ഖലഖൽ ഇൻസാന വ അല്ലമഹുൽ ബയാൻ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞത് അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിന് എല്ലാ ഭാഷകളും പഠിപ്പിച്ചു കൊടുത്തു. 700-ലധികം ഭാഷകൾ ആദം നബി അലൈഹിസ്സലാം സംസാരിക്കുമായിരുന്നു. അതിൽ നിന്ന് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് അറബിയായിരുന്നു എന്നു. ചുരുക്കത്തിൽ ആദം നബി അലൈഹിസ്സലാമിന് ഒരു ഭാഷയുണ്ടെന്നും അതോടൊപ്പം തന്നെ മറ്റു ഭാഷകൾ അറിയാമെന്നുമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ബഹുമാനപ്പെട്ടവരുടെ ഭാഷ ഇസ്തുലാഹിയത്തൻ വളഴിയ അഥവാ കൃത്രിമമായി നിർമ്മിച്ചതാണോ, അതല്ല തൗഖീഫിയത്തൻ തഅലീമിയ ദൈവികമായ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണോ എന്ന വിഷയത്തിൽ പ്രധാനമായും 4 വീക്ഷണങ്ങൾ കാണാൻ സാധിക്കും. ആദ്യത്തേത്, നിശ്ചയം ഇത് തൗഖീഫിയത്തൻ തഅലീമിയ അള്ളാഹുവിൽ നിന്ന് ദൈവികമായി വഹീ മുഖേന ലഭിച്ചതാണ് എന്നാണ്. ഇതിന് തെളിവായി പറയുന്നത് അല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്ന ആയത്താണ്. ഇവരുടെ വാദം, ഭാഷ കൃത്രിമമായി നിർമ്മിക്കണമെങ്കിൽ ചിലരോട് സംസാരിക്കുകയും ക്ഷണിക്കുകയും കൂടാതെ സാധ്യമാകില്ല. എന്നാൽ ഈ സംസാരവും ക്ഷണവും ഒക്കെ പൂർണ്ണവും കൃത്യവുമാകണമെങ്കിൽ എല്ലാവർക്കും സുപരിചിതമായ പദങ്ങളും ഭാഷയും മുഖേന ആയിരിക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഭാഷ എന്നുള്ളത് കൃത്രിമമായി നിർമ്മിച്ചതല്ല, അള്ളാഹുവിൽ നിന്ന് ദൈവികമായി ലഭിച്ചതാണ് എന്ന് വരും. ഈ ഒരു അഭിപ്രായമാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടേത്. ഇനി രണ്ടാമത്തെ അഭിപ്രായം നാം നോക്കുമ്പോൾ അത് തീർത്തും ഈ പറഞ്ഞ അഭിപ്രായത്തോട് എതിരാണ്. ഭാഷ എന്നത് കൃത്രിമമായി നിർമ്മിച്ച ഒന്നാണ് എന്നാണ്. അമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി എന്ന ആയത്താണ് ഈ വിഭാഗക്കാർ ഇതിന് തെളിവായി പറയുന്നത്. ഒരു റസൂലിനെയും ആ റസൂലിൻ്റെ ജനതയുടെ ഭാഷ സംസാരിക്കുന്നവരായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വഹീനേക്കാൾ മുമ്പ് ഭാഷ ഉണ്ടെന്ന് വന്നു. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ വഹീ മുഖേന അള്ളാഹു പഠിപ്പിച്ചതല്ല എന്ന് വരും. പിന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം, പഠിപ്പിക്കുക എന്നത് അധ്യാപകൻ്റെ ഭാഷ വിദ്യാർത്ഥിക്ക് അറിഞ്ഞാലേ സാധ്യമാവൂ എന്നാണ്. അങ്ങനെ വരുമ്പോഴും അള്ളാഹുവിൽ നിന്ന് പഠിച്ചതല്ല എന്ന് വരും. ഇതാണ് മുഅ്തസിലികളിൽ നിന്നുള്ള കൂടുതൽ പേരുടെയും മദ്ഹബ്. മൂന്നാമത്തെ വീക്ഷണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാനുള്ള അത്യാവശ്യമായ അളവിലുള്ള ഭാഷ ദൈവികമാണെന്നും പിന്നീട് മനുഷ്യൻ തന്നെ കൃത്രിമമായി അതിനെ പുരോഗമിപ്പിച്ചെടുത്തതാണെന്നുമാണ്. ഇത് അബൂ ഇസ്ഹാഖിൽ ഇസ്ഫറായിനി എന്നിവരുടെ മദ്ഹബാണ്. നാലാമത്തേതും അവസാനത്തേതുമായ മദ്ഹബ് ഈ അഭിപ്രായങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് ഒരഭിപ്രായവും പറയാതെ ഭാഷയുടെ ഉത്ഭവത്തിൻ്റെ അറിവ് പൂർണ്ണമായും അല്ലാഹു തആലയിലേക്ക് വിട്ടുകൊടുത്തു എന്നതാണ്. കാരണം മനുഷ്യൻ്റെ അറിവ് പരിമിതമാണ് എന്ന് ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലോ.
ഈ ഒരു അഭിപ്രായത്തെയാണ് ഗസാലി ഇമാമിനെ പോലെയുള്ള ചില മുഹക്കിക്കീങ്ങൾ പ്രബലമാക്കിയിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞ അഭിപ്രായങ്ങൾക്കെല്ലാം സാധ്യതയുണ്ടല്ലോ. ആ സാധ്യത എങ്ങനെയൊക്കെയാണ് എന്ന് ഷെയ്ഖുന കലമുൽ ഇസ്ലാം കോടമ്പുയ ബാബ ഉസ്താദിൻ്റെ തൈസീറുൽ ജലാലൈനിയിലെ 3-ാം വാള്യം 230-ാം പേജിലും തുടർന്നുള്ള പേജിലും നമുക്ക് കാണാൻ സാധിക്കും.